ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026. ഇത് നമ്മുടെ ആൾ ഓവർ ഇന്ത്യയിലെ വേക്കൻസിയാണ്. നമ്മുടെ കേരളത്തിലും ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ടോ നിങ്ങൾക്കറിയാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ച് എല്ലാ ലൊക്കേഷനിലും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ വേക്കൻസിയും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫീസും കൊടുക്കേണ്ട, നിങ്ങൾക്ക് എക്സാമും ഇല്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ആൾ ഇന്ത്യ ലൊക്കേഷൻ ആണ്. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MBAക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റ് തൊട്ട് മേലോട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അതിന് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് നിങ്ങളുമായിട്ട് നമ്മുടെ ഇവരുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഏതെല്ലാം പോസ്റ്റാണ്, നിങ്ങൾക്ക് ഏജ് എന്ത് വേണം, നിങ്ങളുടെ സാലറി എന്തായിരിക്കണം എന്നൊക്കെയുള്ള, എവിടൊക്കെ പോസ്റ്റിംഗ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ആ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്കും നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുകൂടാതെ എനിക്ക് നിങ്ങളോട് ആ വീഡിയോയിലേക്ക് മെയിനായിട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ഹൈപ്പും ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ്, ഒരുപക്ഷെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇത് മാച്ച് ആകുന്നില്ലെങ്കിൽ തന്നെ ഒരുപാട് വേക്കൻസികളുണ്ട്. ഇന്നലെ ഞാൻ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസി ഉള്ള ഒരു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വേക്കൻസി ഇട്ടിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള, നിങ്ങൾ ആ 10ാം ക്ലാസ്സുകാർ ഈ വീഡിയോ കാണുന്നുണ്ട്, ആ വീഡിയോ ഇതുവരെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിനകത്ത് നിങ്ങൾക്ക് പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. വെറും 10ാം ക്ലാസ് പാസ്സായവർക്ക്, അതും നല്ല സാലറിയോടുകൂടി കേരള ഗവൺമെന്റിന്റെ PSC വഴിയാണ് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അധികം ആരും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 300 പേരെ ഏതാണ്ടേ കണ്ടുള്ളൂ. ഞാൻ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഇട്ടതാണ് ആ വീഡിയോ. പക്ഷേ അത് കാണാൻ ആളില്ല. അപ്പൊ ഈ വീഡിയോ 10ാം ക്ലാസ്സുകാരോ 12ാം ക്ലാസ്സുകാരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം. നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാർക്കും അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ഇതാണ്. റിക്രൂട്ട്മെന്റ് ഇൻ ക്രെഡിറ്റ്, ടെക്നിക്കൽ ആൻഡ് റിസ്ക് കണ്ടെയ്ൻമെന്റ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, എ പ്രീമിയർ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ, ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫ്രം ഇന്ത്യൻ നാഷണൽ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് അനലിസ്റ്റ്. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് അനലിസ്റ്റ് ആണ്. ടെക്നിക്കൽ മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, റീജിയണൽ ടെക്നിക്കൽ മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ലീഡ് അനലിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സ്കെയിൽ 1 and 2 നല്ല പേ സ്കെയിലാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 7/1/26. ഇത് ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് 17/1. 10 ദിവസത്തെ സമയമേ ഉള്ളൂ. നിങ്ങളപ്പം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അധികം കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 31/12/2025. അതായത് കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് നിങ്ങളുടെ ഏജ് കൺസിഡർ ചെയ്യേണ്ടത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 35 years. നിങ്ങൾക്ക് 35 years വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 5 years ഏജ് റിലാക്സേഷൻ ഫോർ SC/ST കാൻഡിഡേറ്റിനുണ്ട്. അപ്പൊ 35-40 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 5 വർഷത്തെ കൺസിഡറേഷൻ ഉണ്ട് അവര്. ഇത് നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് നോക്കാം. ക്രെഡിറ്റ് അനലിസ്റ്റിന്റെ പോസ്റ്റ് ആണ് ആദ്യം വരുന്നത്. ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. മെയിനായിട്ട് അവർ പറയുന്ന CA അല്ലെങ്കിൽ CMA ഓർ MBA ഫൈനാൻസ് പാസ്സായവർക്ക് ഇതിനകത്ത് 50% മാർക്ക് വേണം. ഗ്രാജുവേറ്റ് ഫ്രം റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 50% വന്നു. നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു 4 ഫോളോയിങ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പാസ്സായിരിക്കണം. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ആസ് ക്രെഡിറ്റ് അനലൈസിസ് ഇൻ ബാങ്ക്, NBFC റേറ്റിംഗ് ഏജൻസി. എപ്പോഴും നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും വീഡിയോ വലിച്ചു നീട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഒരുപാട് ബാങ്കിന്റെ അപ്രന്റീസ്ഷിപ്പിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും അത് ഗൗനിക്കത്തില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അത് 1 വർഷത്തെ കാര്യമുണ്ട്. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ, സാലറി അതിനകത്ത് കുറവാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ചിലതിന് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ അപ്രന്റീസ്ഷിപ്പിലൂടെ കിട്ടും.
ഇനി രണ്ടാമത്തെ വേക്കൻസി വരുന്ന ടെക്നിക്കൽ മാനേജർ, റീജിയണൽ ടെക്നിക്കൽ മാനേജറിന്റെ വേക്കൻസിയാണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് BArch, BTech, BE സിവിലൊക്കെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം ഇതിനകത്ത് 2 year എക്സ്പീരിയൻസ് ആസ് ക്രെഡിറ്റ് ടെക്നിക്കൽ മാനേജർ. കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്ന ബാങ്കിലാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്ന ചാൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ബാങ്കിലാണ്. അപ്പം ബാങ്കിൽ ജോലി ചെയ്യാൻ നിങ്ങൾ ആയിരിക്കണം. നിങ്ങൾക്ക് എവിടെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെന്നൈയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈദരാബാദിലായിരിക്കും, വേറെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. കാര്യം നിങ്ങൾക്ക് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വേക്കൻസി വരുമ്പോൾ കേരളത്തിൽ വന്ന് നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ വന്നാൽ ഒരിക്കലും നിങ്ങൾ അത് തള്ളിക്കളയല്ലേ. നിങ്ങൾ 5000 രൂപയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. നോക്കണം, നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലേ ജോയിൻ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രയോജനമില്ല. മൂന്നാമത്തെ വരുന്നത് ലീഡ് അനലൈസ്റ്റ് റിസ്ക് കൺട്രോൾ യൂണിറ്റിന്റെയാണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് മതി. ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. 50% മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഒരു പ്രൊവിഷൻ പീരീഡ് ഉണ്ട്. പീരീഡ് ഓഫ് പ്രൊവിഷൻ ഈസ് 1 year. 1 വർഷത്തെ നിങ്ങൾക്കാണ് പ്രൊവിഷൻ വരുന്നത്. സർവീസ് എഗ്രിമെന്റ് പീരീഡ് നില്ലാണ്. സർവീസ് എഗ്രിമെന്റ് എമൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് സർവീസ് എഗ്രിമെന്റ് നിങ്ങൾക്ക് പൈസയൊന്നും കെട്ടി വെക്കേണ്ട കാര്യമില്ല, നില്ലാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് പൈസയും കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇത്ര വർഷം വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേക്കാവുന്ന നിങ്ങൾ ഒരു എഗ്രിമെന്റും ഇല്ല. ഇവർ പറയുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഈ വരുന്ന ക്രെഡിറ്റ് അനലിസ്റ്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങളുടെ CV ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ CVയിൽ ചേഞ്ച് ചെയ്യുക. ഈ നിങ്ങൾ ഏത് കോഴ്സിനെ അപേക്ഷിക്കുന്ന ആ ഒരു തരത്തിൽ നിങ്ങളുടെ CVയിൽ ചേഞ്ച് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങളുടെ CV-യിൽ അത് കാണുന്നതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓൺലി ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി ഇൻവൈറ്റഡ് ഫോർ ഇന്റർവ്യൂ. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ആകുന്നവരെ അവർ ഇന്റർവ്യൂവിന് വിളിക്കത്തോളം എന്നാണ് പറയുന്നത്. വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോകും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിംഗ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിംഗ് ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട്. റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളർ ഫോട്ടോഗ്രാഫ് ഷുഡ് ബി യൂസ്ഡ്. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ 15 KB കൂടാൻ പാടില്ല. അതിന്റെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്ന 378x37 ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. തൊപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവർ സ്വീകരിക്കത്തില്ല. ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിംഗ് സിഗ്നേച്ചറിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു മെഷർമെന്റ്, ഈ ഒരു റെസൊല്യൂഷനിൽ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താൽ മതി എങ്ങനെ ചെയ്യണമെന്നോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. ആ വാട്സപ്പ് നമ്പറിൽ ഫോട്ടോ നിങ്ങൾ തന്ന അല്ലെങ്കിൽ സിഗ്നേച്ചർ തന്നാൽ ഞാൻ അത് ഈ ഒരു മെഷർമെന്റിലാക്കി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ അയക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9174340074. PDF ഫോർമാറ്റിലായിരിക്കണം. 1 MB കൂടാൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻ അഡ്വൈസ് വിസിറ്റ് വീണ്ടും ഇവരുടെ ഇത് തന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഈ ഒരു ഇത് വെബ്സൈറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള ജനറൽ കണ്ടീഷനാണ് പറയുന്നത്, നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യണം. ഞാനും മനസ്സിലാകും, കൂടാതെ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും. അപ്പൊ നമുക്കിനി ഇതിന്റെ ഈ ഒരു അപ്ലൈ വെബ്സൈറ്റിലേക്ക് പോയി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നോക്കാം. അപ്ലൈ ചെയ്യുവാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താലും നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. അതല്ല നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തപ്പൽ വരും. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു പേജാണ് കാണിക്കുന്നത്. ഇവിടെ എനിക്കും ആദ്യം ടഫായിരുന്നു അപ്ലൈ ചെയ്യുവാനായിട്ട്. ഞാനും വിചാരിച്ചു ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്നുള്ളത്. അപ്പം ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പം വായിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ താഴെ നിങ്ങൾ ഇതിന്റെ താഴെ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് പറയുന്നുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിൽ അപ്ലൈ ഹിയർ എന്നുണ്ട്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഹിയർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ടാ വരുന്നത് എങ്ങനെയാ ഇത് അപ്ലൈ ചെയ്യുന്നെന്നുള്ളത്. ഇവിടെ റിക്രൂട്ട്മെന്റിനെയും അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജോബ് പ്രൊഫൈൽ നിങ്ങൾ ഏതാണ്, ക്രെഡിറ്റ് അനലിസ്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത്, റീജിയണൽ ടെക്നിക്കൽ മാനേജർ ആണോ, ലീഡ് അനലിസ്റ്റ് ആണോ, അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ മിഡിൽ നെയിം ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് കാണത്തില്ല, ഉണ്ടാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. വീണ്ടും റീടൈപ്പ് ഇമെയിൽ ID കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ ക്യാപ്ച ഇവിടെ സോൾവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID
ഇത് OTP വരും. അപ്പോൾ ആ OTP നിങ്ങൾ വെരിഫൈ ചെയ്യണം. OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു OTP വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പേജ് തുറക്കും. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തപ്പലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ തർക്കിക്കേണ്ട. ഇവിടെ ഒരുപാട് സമയമായി, ഇനി ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നത്. ഞാനിത് ടെസ്റ്റ് ചെയ്തതാണ്. ഈ വെബ്സൈറ്റിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോബ്ലം വരുന്നില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഇവിടെ ഇത്രയും ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇമെയിൽ ID യിൽ ആ നോട്ടിഫിക്കേഷൻ വരും, ആ ഒരു OTP വരും. ആ OTP കൊടുത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.